അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 107ാമത്തെ ഒരു ഭാഗത്ത്, ഇപ്പോൾ നമ്മൾ ഹുദൈബിയ സന്ധ്യയായിട്ട് ബന്ധപ്പെട്ടായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ അവർ ഹുദൈബിയയിൽ നിന്നും മദീനയിലേക്കുള്ള മടക്കാണ്. ഏകദേശം 1.5 മാസത്തോളം നീണ്ട ആ ഒരു യാത്രയിൽ 20 ദിവസം അവർ ഹുദൈബിയയിൽ തന്നെ താമസിച്ചിരുന്നു. നേരത്തെ സൂചിപ്പിച്ചു. ആ മടക്ക യാത്രയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമായി നടന്ന സംഭാഷണം, അതേപോലെ തന്നെ സൂറത്തുൽ ഫത്ഹിൻ്റെ അവതരണം, ഇതെല്ലാം കഴിഞ്ഞ ഭാഗത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ സൂചിപ്പിച്ചു. അതിനോടൊപ്പം തന്നെ പിന്നീട് ആ മടക്ക യാത്രയിൽ സംഭവിച്ചതായിട്ട് ചില സീറ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കുന്നൊരു കാര്യം, അത് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ ഈ ഒരു സംഭവം കാണാം. അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഹുദൈബിയാണെന്ന് ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. അപ്പം അതിൽ നമുക്ക് നിരവധി പാഠങ്ങളുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ സംഭവത്തിലേക്ക് വരികയാണ്. നേരത്തെ സൂചിപ്പിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കാലങ്ങളിലായിരുന്നു കൂടുതൽ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത്. പകല് പലപ്പോഴായിട്ട് വിശ്രമിച്ച് രാത്രിയായിരുന്നു അവർ കൂടുതൽ യാത്ര ചെയ്തിരുന്നത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, ഇന്നൽ അർള തുത്വാ ബില്ലൈൽ, രാത്രി ഭൂമി മടക്കപ്പെടുക അല്ലെങ്കിൽ ചുരുങ്ങുന്നു എന്ന് റസൂലുള്ളാഹി യാത്രയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അത് ഭൗതികമായിട്ട് ചുരുങ്ങുമെന്നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് രാത്രി കാലങ്ങളിൽ വഴിയിൽ കൂടുതൽ തിരക്കില്ലായ്മയും മറ്റും കാരണം പകലിനേക്കാൾ കൂടുതൽ ദൂരം നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല, അനുഭവത്തിൽ തന്നെ നമുക്ക് ബോധ്യമുള്ളതാണ്. അങ്ങനെ മദീനയിലേക്കുള്ള മടക്കയാത്ര അതൊരല്പ ദിവസം നീളുന്നതാണ്. അതിലൊരു ദിവസം അവർ രാത്രി ഒരുപാട് യാത്ര ചെയ്ത് സ്വഹാബികൾ അങ്ങേയറ്റം ക്ഷീണിച്ച് ആ ഫജ്റിനോട് അടുത്ത സമയം, ഏകദേശം 2-3 മണിയായി കാണണം, ആ സമയത്ത് അവർ ആ ക്ഷീണം കാരണം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ഇപ്പോൾ പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ആ സമയത്ത് ക്ഷീണം കാരണം കിടക്കുകയാണെങ്കിൽ പിന്നീട് ഫജ്റെല്ലാം കഴിഞ്ഞിട്ടാകും ഉണരുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് റസൂലുള്ളാഹി സ്വഹാബികളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, ഫമൻ യക്ലഉന സ്വലാത്തന, ആരാണ് നമ്മുടെ നമസ്കാരത്തിന് വേണ്ടി ആരാണ് കാവലിരിക്കുക, അല്ലെങ്കിൽ ആരാണ് നമ്മളെ നമസ്കാരത്തിന് വേണ്ടി ഉണർത്തുക? ഉടനെ തന്നെ കൂട്ടത്തിൽ നിന്നും ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അന യാ റസൂലുള്ളാഹ്, അപ്പോൾ പ്രവാചകരെ ഞാൻ നിങ്ങളെ ഉണർത്തിക്കോളാം. അപ്പോൾ അവിടെ പണ്ഡിതന്മാർ, ഇബ്നു ഹജർ റഹിമഹുല്ലാഹി പോലെയുള്ള പണ്ഡിതന്മാർ അവിടെ നിങ്ങൾ ഈ രൂപത്തിൽ ഒരാൾക്ക് ഉണരില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അയാൾ ഉണരാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ കരുതേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഒന്നുകിൽ ഒരാളെ വിളിച്ചുണർത്താൻ വേണ്ടി ഏൽപ്പിക്കണം, അതല്ലെങ്കിൽ ഇന്നത്തെ മോഡേൺ സംവിധാനങ്ങൾ അലാറോ മറ്റോ വെച്ച് കിടക്കണം എന്നുള്ളതാണ്. അതാണ് അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പാഠം. അങ്ങനെ അങ്ങേയറ്റം ക്ഷീണിതരായിട്ടുള്ള സംഘം മുഴുവൻ ഉറക്കിലേക്ക് പ്രവേശിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു അവർക്ക് വേണ്ടി അവിടെ കാവലിരുന്നു. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ക്ഷീണിച്ചിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനാണ്. അദ്ദേഹം അവിടെ ഇരുന്ന് ക്രമേണ അദ്ദേഹം ഉറങ്ങിപ്പോവാണ്. ഉറക്കം അദ്ദേഹത്തിൻ്റെ കണ്ണിനെയും ബാധിച്ചു. അങ്ങനെ മൊത്തം ആളുകൾ ഒന്നടങ്കം ഉറങ്ങിപ്പോവാണ്. പിന്നീട് ഒരുപാട് സമയത്തിന് ശേഷം ആ സൂര്യപ്രകാശം ഇങ്ങനെ മുഖത്ത് തട്ടിയ സമയത്താണ് അവരിൽ ആരോ ഒരാൾ എഴുന്നേറ്റത്. അതായത് ആ ദുഹാ സമയം അല്ലെങ്കിൽ അതിനപ്പുറം ആയിട്ടുണ്ട്. ഇപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാം എഴുന്നേറ്റ് ഉറക്കെ ഉച്ചത്തിൽ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു ആ സമയത്തും ഉറങ്ങായിരുന്നു. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അവർ വിളിച്ചുണർത്തി. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ബിലാൽ, നിങ്ങൾ ഞങ്ങളെ മുഴുവൻ വിളിച്ചുണർത്താൻ ഏറ്റതായിരുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, ഓ പ്രവാചകരെ, നിങ്ങളുടെ കണ്ണിനെ ബാധിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് എടുത്തവൻ എൻ്റേതും എടുത്തു എന്നുള്ളത്, അതായത് ഞാനും ഉറങ്ങിപ്പോയി എന്ന് പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊന്നും പ്രതികരിച്ചില്ല എന്നുള്ള അവിടെ മനോഹരമായിട്ടൊരു മാതൃക. ഒരു നേതാവ് എന്നുള്ള നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്താനോ അതല്ലെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കാനൊന്നും പോയില്ല. കാരണം മനുഷ്യ സഹജമായിട്ട് സംഭവിക്കാവുന്നതാണ്. റസൂലുള്ളാഹി യാതൊന്നും പ്രതികരിച്ചില്ല. ഉടനെ തന്നെ റസൂലുള്ളാഹി സംഘത്തോട് മുഴുവൻ ഇർത്തഹിലു, നിങ്ങൾ ഇവിടെ നിന്ന് നീങ്ങാൻ വേണ്ടി റസൂലുള്ളാഹി അവരോട് ആവശ്യപ്പെടുകയാണ്. അതായത് ആ സ്ഥലത്ത് നമസ്കരിക്കാതെ ഒരല്പം മുന്നോട്ട് പോകാൻ വേണ്ടി റസൂലുള്ളാഹി അണികൾക്ക് നിർദ്ദേശം നൽകുകയാണ്. അതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ ആ സ്ഥലത്ത് പിശാചിന് ഒരല്പം സ്വാധീനം നേടാൻ സാധിച്ചു. അതുകൊണ്ടാണ് ആ ഫജ്ർ അവർക്ക് ഇത്ര ലേറ്റായത്. അത് വളരെ കൃത്യമായിട്ട് അതിൽ നിന്നും ആ ഫജ്ർ മിസ്സാക്കാൻ വേണ്ടി പിശാചിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഷെറ് ഉണ്ടാകും എന്നുള്ളത് അത് മറ്റുള്ള ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരല്പം കൂടെ അവർ മുന്നോട്ട് പോയി. അവിടെ വെച്ച് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചു. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ആ ഫജ്റിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു എന്നുള്ളത്. ആ ഫജ്റിൻ്റെ സുന്നത്ത് അതിൻ്റെ പ്രാധാന്യം നമുക്ക് അറിയാവുന്നതാണ്. ഖൈറും മിനദ് ദുനിയ വമാ ഫീഹ, ദുനിയാവിലുള്ള സർവ്വതിനേക്കാൾ ശ്രേഷ്ഠമെന്നല്ല റസൂലുള്ളാഹി ആ നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പോൾ
യാത്രയിലായാലും ഈ ലേറ്റായ സമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നില്ല. ആ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ അവർ ആ ഫജ്ർ അവിടെ നമസ്കരിച്ചു എന്നുള്ളതാണ്. ഈ ഒരു സംഭവത്തിൽ നമുക്കുള്ള വലിയ പാഠം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊത്തം ജീവിതത്തിൽ ആ ഉറക്കം കാരണം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഡിലേ ആയിട്ടുള്ള ഏക നമസ്കാരം അത് ഫജ്ർ നമസ്കാരമാണ്. അതും അവർക്കതിന് കാരണമായിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് എക്സ്ക്യൂസാണ്. അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള യാത്രയിലുള്ള ക്ഷീണം കാരണമാണ് അവർ ഉറങ്ങിപ്പോയത്. അതല്ലാതെ നമ്മളെപ്പോലെ തലേന്ന് ഏറെ നേരം സംസാരിച്ചിരുന്ന് അല്ലെങ്കിൽ വല്ല വിനോദത്തിലെല്ലാം മുഴുകി വൈകിക്കിടന്ന് ആ രൂപത്തിൽ മിസ്സായതായിരുന്നില്ല. അതുമാത്രമല്ല, റസൂലുള്ളാഹിൻ്റെ കാര്യത്തിൽ അള്ളാഹ്ക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കായിരുന്നു. പക്ഷേ അതൊരിക്കലെങ്കിലും സംഭവിച്ചതിലുള്ള യുക്തി എന്താണെന്ന് വെച്ചാൽ, അത്തരത്തിൽ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി. അതല്ലെങ്കിൽ നമസ്കാരത്തിൽ ഏറെ കണിശതയുള്ള ഏതൊരാൾക്കും ഫജ്റിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരിക്കലെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട്. ആ സമയത്ത് അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുവഴി പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഏതുപോലെയെന്ന് വെച്ചപ്പോൾ റസൂലുള്ളാഹി ഒരു സമയത്ത് നമസ്കാരത്തിൽ മറന്നു പോകുന്നുണ്ട്. 4 റക്അത്ത് നമസ്കാരം 2 നമസ്കരിച്ച് റസൂലുള്ളാഹി സലാം വീട്ടുന്നുണ്ട്. അപ്പോൾ സ്വഹാബികൾ ഉണർത്തുന്നുണ്ട്. ശേഷം റസൂലുള്ളാഹി അത് പൂർത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം റസൂലുള്ളാഹിനെ മറപ്പിക്കുക വഴി അതേ രൂപത്തിൽ മറവി സംഭവിക്കുകയാണെങ്കിൽ ഏത് രൂപത്തിൽ ഡീൽ ചെയ്യണമെന്ന് അള്ളാഹു അതുവഴി നമുക്ക് മാർഗദർശനം നൽകുകയാണ്. അപ്പോൾ അവിടെ പ്രത്യേകം അടിവരയിടേണ്ടതായിട്ടുള്ളൊരു പോയിന്റ്, സ്ഥിരമായിട്ട് ആ ഫജ്ർ മിസ്സാക്കുന്ന ആളുകൾക്കുള്ള എക്സ്ക്യൂസ് അല്ല ഇത്. അത് മാത്രമല്ല, ഇപ്പോൾ രാവിലെ ഉണരണമെന്ന് കരുതി അതിനുള്ള സംവിധാനങ്ങളെല്ലാം വെച്ച് ഒരാളെ ഉണർത്താൻ ഏൽപ്പിക്കാതെ അല്ലെങ്കിൽ അലാറെല്ലാം വെച്ച് എന്നിട്ടും അബദ്ധത്തിൽ ഉറങ്ങിപ്പോകുന്നതും, അതേസമയം രാത്രി ബെഡിലേക്ക് പോകുന്ന സമയത്ത് തന്നെ രാവിലെ ഉണരാനുള്ള യാതൊരു പ്ലാനും ഇല്ലാതെ കിടക്കാൻ പോകുന്നത് രണ്ടും തന്നെയാണ്. ആദ്യത്തെ ആൾക്ക് എക്സ്ക്യൂസ് ഉണ്ടാകും, അതേസമയം മറ്റേയാൾ അത്തരത്തിലൊരു പ്ലാന് പോലും അയാൾക്ക് ഉണ്ടായിരുന്നില്ല, അയാൾക്ക് യാതൊരു ന്യായമില്ല എന്നുള്ളതാണ്. അപ്പോൾ നിരന്തരം ആ ഫജ്ർ ജമാഅത്ത് നമസ്കാരം മിസ്സാക്കുന്ന ആളുകൾ, അതിൻ്റെ ഒരു ഗൗരവം, അതിൻ്റെ പ്രാധാന്യം ഞാൻ പറയേണ്ടതില്ല. 2 കാര്യം മാത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു നമസ്കാരത്തിന് നൽകാത്തൊരു വിശേഷണം അള്ളാഹു ആ ഫജ്ർ നമസ്കാരത്തിന് നൽകിയിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രാഇൻ്റെ 78-ാമത്തെ ആയത്തിൽ ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മഷ്ഹൂദ, ആ പ്രഭാത നമസ്കാരത്തിനും അതിലുള്ള ആ ഖുർആൻ പാരായണത്തിനെല്ലാം സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. ആരാണ് സാക്ഷ്യം വഹിക്കുക? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്, തഷ്ഹദുൽ മലായികത്തുൽ ലൈലി വൻ നഹാർ, രാത്രിയിലെയും പകലിലെയും മലക്കുകൾ ഒന്നടങ്കം അതിന് സാക്ഷിയാകും എന്നുള്ളതാണ്. അതായത് ആ മലക്കുകളുടെ തിങ്ങി നിറഞ്ഞ സാന്നിധ്യം ആ പ്രഭാത നമസ്കാരത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അതുമാത്രമല്ല, ആ ഒരു സമയം ഭൂമിയിൽ മൊത്തം വലിയൊരു ട്രാൻസിഷൻ, വലിയൊരു സ്ഥിതിമാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്ന സമയം കൂടെയാണ്. നീണ്ട രാത്രി ഇരുട്ട് മാറി ആ പ്രഭാതം, ആ വെളിച്ചം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുകയാണ്. അത് അള്ളാഹിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല, അല്ലെങ്കിൽ വൽ ഫജ്ർ, അള്ളാഹു പല സ്ഥലത്തായിട്ടത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഏറെ സമയം ഉറക്കിലായിരുന്ന, നിദ്രയിലായിരുന്ന മനുഷ്യനും സർവ്വജീവജാലങ്ങളും അവരാ ജീവൻ തിരിച്ചു കിട്ടി അവർ ഉണർച്ചയിലേക്ക് കടക്കുകയാണ്. അതും അള്ളാഹിൻ്റെ ദൃഷ്ടാന്തമായിട്ട് അള്ളാഹു പറയുന്നുണ്ട്. അപ്പം അതുവരെ നിശ്ചലായിരുന്ന, നിശബ്ദമായിരുന്ന ലോകം ചലനാത്മകമാകുകയാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ഈ വലിയ മാറ്റങ്ങൾ അതെല്ലാം യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതല്ല, മറിച്ച് അതെല്ലാം അള്ളാഹിൻ്റെ ആ കുദറത്തിൻ്റെ, മഹത്തായിട്ടുള്ള അവൻ്റെ ആ കഴിവിൻ്റെ പ്രത്യക്ഷ സാക്ഷ്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ വലിയ പരിവർത്തനങ്ങൾക്ക് സാക്ഷിയാകുന്ന വിശ്വാസികൾ ഒന്നടങ്കം ആ മലക്കുകളോടൊപ്പം നിന്ന് ആ പരിവർത്തനത്തിൻ്റെ കാരണക്കാരനായിട്ടുള്ള ആ സൃഷ്ടാവിൻ്റെ മഹത്വത്തെ ആ നമസ്കാരത്തിൽ വാഴ്ത്തുകയാണ്. അവൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്ത് അവനെ സ്മരിക്കുകയാണ്. അത് നമ്മൾ മാത്രമല്ല, നമുക്കറിയാത്ത ഭാഷയിൽ നമ്മുടെ ചുറ്റിലുള്ള പക്ഷികളും മറ്റു ഇതര ജീവജാലങ്ങളും ഭൂമിയിലുള്ള സർവ്വതും അള്ളാഹിനെ ആ സമയത്ത് വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇന്ന ഖുർആൻ അൽ ഫജ്രി കാന മഷ്ഹൂദ. ഇപ്പോൾ ഒരു ദിവസത്തിൻ്റെ ആരംഭമാണ്. ആ ആരംഭം തന്നെ അള്ളാഹിൻ്റെ ആ ഒരു ഓർമ്മയോടുകൂടി ആ ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നത് എത്ര നല്ല തുടക്കമാണ്. അപ്പോൾ അതിൽ നിരന്തരം വീഴ്ച വരുത്തുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു ഹദീസ്, അതിൽ നിരന്തരം വീഴ്ച വരുത്തിയൊരു സഹോദരൻ പിന്നീട് അത് ശരിപ്പെടുത്താൻ കാരണമായി പ്രചോദനമായി തീർന്നു എന്നെല്ലാം പറഞ്ഞ് ഈ ഒരു ഹദീസ് ഉദ്ധരിച്ചതായിട്ട് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ല സുബ്ഹ് ഫഹുവ ഫീ ദിമ്മത്തില്ല, ആരെങ്കിലും ആ ഫജ്ർ അത് നമസ്കരിച്ചാൽ, അതായത് അതിൻ്റെ യഥാക്രമം പള്ളിയിൽ വെച്ച് ജമാഅത്തായിട്ട് നമസ്കരിച്ചാൽ അയാൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലായിരിക്കും എന്നുള്ളതാണ്. ശേഷം റസൂലുള്ളാഹി പറയുന്നുണ്ട്, അള്ളാഹിൻ്റെ സംരക്ഷണത്തിലുള്ള ഒരാളോട് നിങ്ങൾ അനീതി ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അയാളെ ചോദ്യം ചെയ്യും, അള്ളാഹു അയാളെ പിടികൂടും, അയാളെ ശിക്ഷിക്കും എന്നെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നുണ്ട്. ആ നമസ്കരിക്കുന്ന ആളുകൾക്ക് മുഴുവൻ അള്ളാഹിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു സംരക്ഷണ വലയുണ്ടായിരിക്കും എന്നുള്ളതാണ്. അത് ഇന്നത്തെ ലോകത്ത് എത്രത്തോളം നമുക്ക് ആവശ്യമാണ്. ഓൺലൈൻ ലോകത്തും ഓഫ്ലൈൻ ലോകത്തെല്ലാം
നമ്മളെ കാത്ത് നിരവധി ട്രാപ്പുകൾ, നിരവധി ചതിക്കുഴികളാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത കുഴികളിൽ പോയി വീടാറുണ്ട്. അപ്പം അവിടെ ഏറ്റവും വലിയ സംരക്ഷകനായിട്ടുള്ള അൽ ഹഫീളായിട്ടുള്ള അൽ വലിയായിട്ടുള്ള അള്ളാഹു ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ നമുക്ക് അതുവഴി ഓഫർ ചെയ്യുകയാണ്. ഒരാൾ ബോധപൂർവം ആ ഫജ്ർ മിസ് ചെയ്യുന്ന സമയത്ത് അയാൾ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ആ സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നീട് ആ ദിവസം അയാൾക്ക് എന്തെങ്കിലും അരുതാത്ത സംഭവിച്ചാൽ അയാൾ എന്നെ ചോദിക്കും, അള്ളാഹു എന്തിനാണ് എന്നോട് ഇത് ചെയ്തത്? അപ്പം അതിനു മുമ്പായിട്ട് ആ സമയത്ത് നമ്മൾ സ്വയം ചോദിക്കേണ്ടതായിട്ടുള്ളൊരു ചോദ്യം, അള്ളാഹു നേരത്തെ നമുക്ക് ഓഫർ ചെയ്ത, അതല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ അള്ളാഹു തുറന്നു വെച്ചിട്ടുള്ള സംരക്ഷണ കവാടത്തിലേക്ക് നമ്മൾ നടന്നടുത്തിരുന്നോ, അതോ നമുക്ക് മുമ്പിൽ നമ്മൾ തന്നെ സ്വയം ആ ഡോറുകൾ കൊട്ടിയടച്ചോ എന്നുള്ളതാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ ഈ നമസ്കാരം അയാൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സംരക്ഷണമാകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസങ്ങൾ യാത്ര ചെയ്ത് മദീനയിലേക്ക് എത്തുകയാണ്. അങ്ങനെ അവർ മദീനയിൽ എത്തിയതിന് ശേഷം പിന്നീട് ഹുദൈബിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആദ്യത്തെ സംഭവം, ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് അബൂ ബസീർ ഉത്ബത്ത് ബിൻ ഉസൈദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹം ബനു സഖീഫ് ഗോത്രക്കാരാണ്. ബനു സഖീഫ് നമുക്കറിയാം, ത്വാഇഫിലുള്ള ഗോത്രം. അത് ഖുറൈശികളുടെ ഹലീഫ്, അവരുടെ സഖ്യകക്ഷിയാണ്. അപ്പോൾ ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ ഖുറൈശികൾ മക്കയിൽ അദ്ദേഹത്തെ തടവിലാക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹുവിന് സമാനമായിട്ടുള്ള ചരിത്രമാണ്. അപ്പോൾ അവിടെ തടവിലായിരുന്നു അദ്ദേഹം. എങ്ങനെയോ സാഹസികമായിട്ട് ആ തടവ് ചാടി മദീനയിലേക്ക് വരികയാണ് ആ കരാറിന് ശേഷം. അതായത് ഹുദൈബിയ സന്ധിക്ക് ശേഷമുള്ള ആദ്യത്തെ മുഹാജിറാണ് ഈ അബൂ ബസീർ ഉത്ബത്ത് ബിൻ ഉസൈദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നേരത്തെ അവരെഴുതിയ ആ കരാറിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മക്കയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് വരികയാണെങ്കിൽ അവരെ തിരിച്ചയക്കണം, അതായിരുന്നു കണ്ടീഷൻ. അങ്ങനെ അബൂ ബസീർ മദീനയിലെത്തി. സ്വാഭാവികമാണ്, ഏറെ വൈകാതെ അദ്ദേഹത്തെ അന്വേഷിച്ച് രണ്ട് ഖുറൈശികൾ മക്കയിൽ നിന്നും വരികയാണ്. അങ്ങനെ അവർ റസൂലുള്ളാഹിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ആ കരാറ് പാലിക്കണം, ഇവിടെ എത്തിയിട്ടുള്ള അയാളെ ഞങ്ങൾക്ക് തിരിച്ചു നൽകണം. റസൂലുള്ളാഹി യാതൊന്നും മിണ്ടിയില്ല, കാരണം അത് കരാറ് പ്രകാരമുള്ള അവരുടെ അവകാശമാണ്. അങ്ങനെ അവർ അബൂ ബസീറിനെയും പിടിച്ച് അവർ മക്കയിലേക്ക് പോവുകയാണ്. പോകുന്ന സമയത്ത് അദ്ദേഹം ദയനീയമായിട്ട് റസൂലുള്ളാഹിനോട് സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട്. നേരത്തെ അബൂ ജന്ദലിന് സമാനമായിട്ടുള്ള ചരിത്രമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അബൂ ബസീർ, നിങ്ങൾക്കറിയില്ലേ, ഞങ്ങൾ ഇരു വിഭാഗവും പരസ്പരം കരാറിലാണ്. ആ കരാർ ലംഘിക്കാൻ എനിക്ക് കഴിയില്ല, അത് വഞ്ചനയാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക, തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങൾക്കൊരു വഴി അള്ളാഹു തുറന്നു തരുമെന്ന് റസൂലുള്ളാഹി പ്രതീക്ഷയുടെ വാക്കുകൾ പറയാണ്. അപ്പോൾ അവിടെ വിശ്വാസികൾ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും ആ കരാറ് പാലിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് അവിടെ റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കുന്നത്. അത് പരിശുദ്ധ ഖുർആനിലും അള്ളാഹു നിരന്തരം. ഇപ്പോൾ സൂറത്തുൽ മാഇദയുടെ ആദ്യത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു ഔഫൂ ബിൽ ഉഖൂദ്, നിങ്ങൾ ആ കരാറ് പാലിക്കുക, ഉടമ്പടികൾ നിങ്ങൾ പാലിക്കുക. അതല്ലെങ്കിൽ ഔഫൂ ബിൽ അഹ്ദി ഇദാ ആഹത്തും, സൂറത്തുൽ നഹ്ലിൻ്റെ 91-ാമത്തെ വചനത്തിൽ പരിശുദ്ധ ഖുർആൻ്റെ പല ഭാഗത്തും അള്ളാഹു അതിൻ്റെ പ്രാധാന്യം നമ്മളെ ആവർത്തിച്ച് ഉണർത്തുന്നുണ്ട്. അങ്ങനെ അവർ അബൂ ബസീറിനെയും പിടിച്ച് അവർ മക്കയിലേക്ക് തിരിച്ചു പോവുകയാണ്. അദ്ദേഹത്തെ അവർ കൊണ്ടുപോകുന്നത് വിഷമത്തോടുകൂടെ നിസ്സഹായരായിട്ട് മുസ്ലിങ്ങൾ ഒന്നടങ്കം നോക്കി നിൽക്കുകയാണ്. പിന്നീട് അതിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ അബൂ ബസീർ അദ്ദേഹത്തിന് ആ മക്കയിലുള്ള കൊടിയ പീഡനം മറ്റുമെല്ലാം കാരണം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അദ്ദേഹം അതിസമർത്ഥനാണ്, നല്ലൊരു യോദ്ധാവാണ്. അപ്പം അവർ മദീനയിൽ നിന്ന് പുറപ്പെട്ട് ആ പോകുന്ന വഴിയിൽ അദ്ദേഹം അവരെ സംസാരിച്ച് വീഴ്ത്തി, അതായത് നല്ലൊരു ബന്ധമുണ്ടാക്കി. അങ്ങനെ അവർ മദീനയിൽ നിന്ന് ഒരു 10-15 കിലോമീറ്റർ അപ്പുറം ആ ദുൽഹുലൈഫയിൽ എത്തിയ സമയത്ത് അവർ ഭക്ഷണത്തിന് വേണ്ടി കയ്യിലുള്ള ഈത്തപ്പഴം കഴിക്കാൻ വേണ്ടി അവിടെ ഇരുന്നു. ആ സമയത്ത് അബൂ ബസീർ അതിലുള്ള ഒരാളുടെ വാളിനിങ്ങനെ പുകഴ്ത്താൻ തുടങ്ങി. അപ്പോൾ അയാൾ ആ പുകഴ്ത്തുന്നതിനനുസരിച്ച് ഇങ്ങനെ കയറി പോവാണ്. നിങ്ങളുടേത് നല്ല വാളാണല്ലോ. അയാൾ പറഞ്ഞു, അതെ, ഞാൻ ഒരുപാട് ആളുകൾ ഇതുമായിട്ട് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഗുണവിശേഷണങ്ങൾ, ആ വീരസാഹിത്യമെല്ലാം അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനനുസരിച്ച് അബൂ ബസീർ അയാളെ പൊക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനം അബൂ ബസീർ പറഞ്ഞു, നിങ്ങളുടെ ആ വാള് ഞാനൊന്ന് പിടിച്ചു നോക്കട്ടെ. അപ്പം അയാളത് കൊടുത്ത ഉടനെ തന്നെ, കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ അബൂ ബസീർ അയാളെ വകവരുത്തുകയാണ്. അപ്പം അത് കണ്ടു നിന്ന മറ്റേ അയാൾ ഭയന്ന് ജീവനും കൊണ്ട് വന്ന വഴി തിരിച്ചുവിടാണ്, മദീനയിലേക്ക് തന്നെ തിരിച്ചുവിടാണ്. അപ്പോൾ അയാൾ ഓടിക്കതച്ച് മദീനയിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി അനുയായികൾ ആ പള്ളിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ വരവ് കണ്ട സമയത്ത് റസൂലുള്ളാഹി അനുയായികളോട് പറഞ്ഞു, എന്തോ ഒന്ന് പേടിപ്പെടുത്തുന്നത് അയാൾ കണ്ടിട്ടുണ്ട്, അയാളുടെ വരവ് കണ്ടാൽ അറിയാം. അപ്പോൾ അയാൾ അവിടെ എത്തി ധൈര്യം സംഭരിച്ച് റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ മുഹമ്മദ് ഖുത്തില വല്ലാഹി സ്വാഹിബി വ ഇന്നി ലമഖ്തൂൽ, നിങ്ങൾ കൂടെ അയച്ച അബൂ ബസീർ അയാൾ എൻ്റെ കൂട്ടുകാരനെ വധിച്ചു, എന്നെയും അയാൾ വധിക്കാൻ വേണ്ടി വരുന്നുണ്ട്, രക്ഷിക്കണമെന്ന് റസൂലുള്ളാഹിനോട് പറയുകയാണ്. ഒരല്പം കഴിഞ്ഞപ്പോൾ കയ്യിൽ വാളും പിടിച്ചുകൊണ്ട് അബൂ ബസീറും അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അബൂ ബസീർ റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, യാ നബിയല്ലാ ഖദ് വല്ലാഹി ഔഫല്ലാഹു ദിമ്മതക്, ഓ പ്രവാചകർ, അള്ളാഹു ആണ്, അള്ളാഹു നിങ്ങളുടെ ഉത്തരവാദിത്തം പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അതായത് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ ചെയ്ത പ്രവൃത്തിയിൽ നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഭാഗം ചെയ്തു കൃത്യമായിട്ട്, അതായത് നിങ്ങൾ എന്നെ അവർക്ക് തിരിച്ചേൽപ്പിച്ചു, ശേഷം അള്ളാഹു അവരിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി, ഞാൻ സ്വയം രക്ഷപ്പെട്ടു വന്നാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്തമില്ലെന്ന് റസൂലുള്ളാഹിനോട് പറയുകയാണ്. അത് കേട്ട സമയത്ത് റസൂലുള്ളാഹി ഒരു വാക്ക് പറയുന്നുണ്ട്, വൈല ഉമ്മിഹി മിസ്ആർ ഹർബിൻ ലൗകാന ലഹു അഹദ്. അപ്പം അതിൻ്റെ ആശയം എന്താണെന്ന് വെച്ചാൽ,
നിങ്ങൾ യുദ്ധത്തിന് തീ കൊളുത്തുന്ന, അല്ലെങ്കിൽ നിങ്ങൾ യുദ്ധം ആളിക്കത്തിക്കുന്ന ഒരാളാണല്ലോ, പക്ഷേ നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അതാ റസൂലുള്ള പറഞ്ഞത്. അതായത് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കൂടെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഖുറൈശികൾക്ക് വലിയ വെല്ലുവിളി, തലവേദന ഉണ്ടാക്കുമായിരുന്നു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ ആ വാക്കിൽ നിന്ന് ആ കാര്യം, ആ സൂചന മനസ്സിലാക്കുകയാണ്. റസൂലുള്ളാഹിക്ക് സംരക്ഷിക്കാൻ കഴിയില്ല, ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ ആ കരാർ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കി. ഫലമാ സമിഅ ദാലിക അറഫ അന്നഹു സയറുദ്ദുഹു ഇലൈഹിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഖുറൈശികൾക്ക് തിരിച്ചേൽപ്പിക്കുമെന്ന് മനസ്സിലാക്കി അബൂ ബസീർ ഉടനെ തന്നെ ഫഖറജ ഹത്ത അതാ സൈഫുൽ ബഹർ, ആ കടൽ തീരം സൈഫുൽ ബഹർ ലക്ഷ്യം വെച്ച് അദ്ദേഹം പോവുകയാണ്. അവിടെ പോയി അദ്ദേഹം ടെന്റ് ചെയ്യുകയാണ്. അത് മക്കൾക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഏകദേശം 100 കിലോമീറ്റർ അപ്പുറം ആ ചെങ്കടൽ തീരത്ത്, അതായത് ഖുറൈശികളുടെ പ്രധാനപ്പെട്ട വ്യാപാര പാത, ആ ശ്യാമിലേക്കുള്ള കച്ചവട യാത്ര എല്ലാം പോകുന്ന ആ വ്യാപാര പാതയുടെ തീരത്തായിട്ട് അദ്ദേഹം അവിടെ ടെന്റ് ചെയ്യുകയാണ്. വേറെ വൈകാതെ അബൂ ബസീർ അവിടെ താവളടിച്ച വിവരം മക്കയിൽ കഠിനമായിട്ടുള്ള ഖുറൈശികളുടെ പീഡനമേറ്റ് തടവിൽ കഴിയുന്ന അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ വാർത്ത അറിഞ്ഞ ഉടനെ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കൂടെ ആ തടവ് ചാടാനുള്ള ശ്രമം നടത്തി. അദ്ദേഹം സാഹസികമായിട്ട് ആ തടവ് ചാടി വീണ്ടും രക്ഷപ്പെട്ടു വന്ന് അബൂ ബസീറിനോടൊപ്പം സന്ധിക്കുകയാണ്. അപ്പോൾ രണ്ടാളായി വീണ്ടും മക്കയിൽ വിശ്വാസം സ്വീകരിക്കുന്ന ഓരോ ആളുകൾ, അവിടെ തടവിൽ കഴിയുന്ന ആളുകളും മറ്റുമെല്ലാം, അവരെല്ലാം രക്ഷപ്പെട്ട് ഈ അബൂ ബസീറിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. 2, 3 അവസാനം 60 അല്ലെങ്കിൽ 70ഓളം വരുന്ന ആളുകളുടെ ഒരു കൊച്ചു സംഘമായിട്ട് അവിടെ അവർ താമസിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അത് മക്കൾക്കും മദീനക്കും ഇടയിൽ വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ അതിൽ ഖുറൈശികൾക്കുണ്ടായിരുന്ന വലിയൊരു സങ്കീർണത, ഈ സന്ധി അവരിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ മദീനയിലല്ല, മക്കയിലും അല്ല. അതേസമയം ഈ അബൂ ബസീറിൻ്റെ നേതൃത്വത്തിലുള്ള 70 അംഗ സംഘത്തിന് അവർക്ക് നേരിടേണ്ടി വന്ന വലിയ വെല്ലുവിളി അവരുടെ ഉപജീവന മാർഗ്ഗമാണ്. കാരണം മക്കയിലേക്ക് പോകാൻ പറ്റില്ല, അവർ പിടികൂടും. മദീനയിലേക്ക് പോയാൽ അവർ തിരിച്ചയക്കും. അപ്പം അവർ അവസാന ജീവിതോപാധിയായിട്ട് ഇതിനെല്ലാം കാരണക്കാരായിട്ടുള്ള അതേ ഖുറൈശികളുടെ ആ കച്ചവട സംഘത്തെ അവർ ആക്രമിക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഖുറൈശികളുടെ പ്രധാനപ്പെട്ട ആ വ്യാപാര പാത, ആ ശ്യാമിലേക്കുള്ള ആ കച്ചവട പാതയുടെ സമീപത്താണ് അവർ തമ്പടിച്ചിട്ടുള്ളത്. അപ്പോൾ ഖുറൈശികളുടെ ആ കച്ചവട യാത്രകളെല്ലാം അവർ ആക്രമിക്കാൻ തുടങ്ങി. അപ്പം അതിനെ പ്രതിരോധിക്കാൻ ഖുറൈശികൾ പല രൂപത്തിൽ ശ്രമിച്ചെങ്കിലും വ്യത്യസ്ത യുദ്ധമുറകളെല്ലാം ഉപയോഗിച്ച് അതിനെല്ലാം അവർ കീഴടക്കി. അവസാനം നിരന്തരം അവരുടെ ആ വ്യാപാര മാർഗം അസ്വസ്ഥമായിട്ട് ഖുറൈശികൾ സാമ്പത്തികമായിട്ട് ശ്വാസം മുട്ടി ഒരു ഗതിയില്ലാന്ന് കണ്ട സമയത്ത് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കത്തെഴുതാണ്. അതായത് നേരത്തെ കരാറിനിരുന്ന അതേ ആളുകൾ റസൂലുള്ളാഹിക്ക് കത്തെഴുതി അവർ അതിൽ കേണപേക്ഷിച്ചു. ആ കുടുംബ ബന്ധത്തിൻ്റെ പേരിൽ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, ദയവ് ചെയ്ത് ഇവരെ താങ്കൾ മദീനയിലേക്ക് പാർപ്പിക്കണം. അതായത് കരാറ് പ്രശ്നമല്ല, നിങ്ങൾ ഇവരെ മദീനയിൽ തന്നെ പാർപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് അങ്ങേയറ്റ സന്തോഷമായി. കാരണം എന്തായിരുന്നോ നമ്മുടെ ആവശ്യം, അതേ ആവശ്യമായിട്ട് ഇപ്പോൾ അവരിങ്ങോട്ട് സമീപിച്ചിരിക്കുകയാണ്. സമീപിക്കൽ അവർ കേണപേക്ഷിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി ഉടനെ തന്നെ ആ മൊത്തം ആളുകളെ മദീനയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് റസൂലുള്ളാഹി എഴുതി. പക്ഷേ അവിടെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചത്, ആ എഴുത്ത് അവർക്ക് ലഭിക്കുന്ന സമയത്ത് ആ സംഘത്തിന് നേതൃത്വം നൽകിയ അബൂ ബസീർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തീവ്ര രോഗാവസ്ഥയിലായിരുന്നു. അവസാനം ആ റസൂലുള്ളാഹിൻ്റെ എഴുത്ത് കയ്യിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കരിച്ച് അവിടെ തന്നെ, അതായത് അവർ തമ്പ് ചെയ്ത ആ സ്ഥലത്ത് തന്നെ അദ്ദേഹത്തെ ഖബറടക്കി. ശേഷം ബാക്കിയുള്ള ആളുകൾ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അവർ മദീനയിലേക്ക് തിരിക്കുകയാണ്. ഏറെ സന്തോഷത്തോടുകൂടെ മദീനയിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഒന്നടങ്കം അവരെ വരവേറ്റു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഒന്നാമതായിട്ട് ഈ 2 ആളുകളും അബൂ ബസീർ അതേപോലെ തന്നെ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു, ഈ 2 ആളുകളും അവർ രക്ഷപ്പെട്ട് അവരുടെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ആ സംരക്ഷണം തേടി പോവുകയാണ്. റസൂലുള്ളാഹി ആ സമയത്ത് ആ സന്ധിയിലുള്ള ഉടമ്പടികൾ കാരണം റസൂലുള്ളാഹി ആ സംരക്ഷണം നൽകാൻ സന്നദ്ധമാകുന്നില്ല. അബൂ ബസീറിൻ്റെ കാര്യത്തിൽ റളിയല്ലാഹു അൻഹു 2 തവണയാണ് റസൂലുള്ളാഹി അത് നിരസിക്കുന്നത്. എന്നിട്ടും അവരല്ലാഹുവിലുള്ള ആ വിശ്വാസം മുറുകെ പിടിച്ച് പ്രതീക്ഷയോടുകൂടി അവർ മുന്നോട്ട് പോവുകയാണ്. അവരുടെ ഈമാൻ ഒരിളക്കവും സംഭവിക്കുന്നില്ല. അവർ ആ മാർഗത്തിൽ അടിയുറച്ചു നിന്ന സമയത്ത് അവർ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അള്ളാഹു അവർക്ക് സഹായം നൽകുകയാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. അള്ളാഹിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവർ ചിന്തിക്കാത്തൊരു വഴികൾ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്കതിലുള്ള വലിയൊരു ജീവിത പാഠം എന്താണെന്ന് വെച്ചാൽ, ജീവിതത്തിൽ ചെറിയൊരു പ്രതിസന്ധി വരുമ്പോഴേക്കും അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കുന്നതിന് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അള്ളാഹിൻ്റെ മതത്തെയും അതേപോലെ തന്നെ അള്ളാഹിനെയെല്ലാം ചോദ്യം ചെയ്യുന്ന നഅൂദുബില്ലാ ആ രൂപത്തിലുള്ള പ്രവണതകൾ അല്ലെങ്കിൽ മതം തന്നെ ഉപേക്ഷിച്ച് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം എല്ലാം കാണിച്ചു തരുന്നത്, ചില സമയത്ത് അള്ളാഹിൻ്റെ തീരുമാനം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എതിരായിരിക്കും, പക്ഷേ ആത്യന്തികമായിട്ട് അത് നമുക്ക് നന്മയാകുമെന്നുള്ളത്. അതാണ് ഈ സംഭവം എല്ലാം പഠിപ്പിക്കുന്നത്. നമ്മളവിടെ ക്ഷമിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു
നമ്മൾ ചിന്തിക്കാത്ത രൂപത്തിൽ അള്ളാഹിൻ്റെ സഹായം മുന്നിലുണ്ടാകും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ശത്രുക്കൾ എല്ലാ അർത്ഥത്തിലും മുസ്ലിങ്ങളുടെ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്രത്യക്ഷത്തിൽ ഏകപക്ഷി എന്ന് തോന്നുന്ന ആ ഒരു സന്ധി അവർ നിർമ്മിച്ചത്. പക്ഷേ അതേ സന്ധി അവർ പോലും ചിന്തിക്കാത്ത വിധം അവരുടെ തകർച്ചയ്ക്ക് തന്നെ കാരണമായി തീരാണ്. അബൂബസീറും അബൂജന്തലും റളിയല്ലാഹു അൻഹു ഇവർക്ക് ഭീഷണി സൃഷ്ടിച്ച സമയത്ത് അവരുണ്ടാക്കിയ വ്യവസ്ഥകൾ അവർ തന്നെ പിൻവലിക്കാൻ വേണ്ടി നിർബന്ധിതരാവാണ്. അതായത് ഒരിക്കൽ അവരെ തടയാൻ ശ്രമിച്ച ആളുകൾ അവസാനം അവരെ ഏറ്റെടുക്കാൻ വേണ്ടി റസൂലുള്ളാഹിനോട് കേണപേക്ഷിക്കേണ്ടി വരാണ്. അപ്പം അവിടെ എല്ലാം അവരുടെ ആ കണക്കുകൂട്ടലുകൾ തെറ്റാണ്. അള്ളാഹു പറഞ്ഞതുപോലെ വ മക്കറു വ മക്കർ അള്ളാഹു അള്ളാഹു ഖൈറുൽ മാക്കിരീൻ. അവർ തന്ത്രം പ്രയോഗിച്ചു, അള്ളാഹു അവൻ്റെ തന്ത്രത്തിലൂടെ അവൻ്റെ പദ്ധതിയിലൂടെ അവരുടെ സകല തന്ത്രങ്ങളെയും തകർത്തെറിയാണ്. പിന്നീട് ആ സന്ധിക്ക് ശേഷം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ ചെയ്തെത്തിയ മറ്റൊരു വ്യക്തി, അതൊരു പുരുഷനല്ല, ഒരു സ്ത്രീയാണ്. ഉമ്മു കുൽസൂം ഇബ്നു ഉഖ്ബ ഇബ്നു അബി മുഈത്ത് റളിയല്ലാഹു അൻഹ. ആ പറഞ്ഞതിൽ അവസാനം പറഞ്ഞ ആ പിതാവിൻ്റെ പേര് നമുക്ക് സുപരിചിതമാണ്. ചില ആളുകളെങ്കിലും ഓർക്കുന്നുണ്ടാകും. മക്കൻ സീറയിൽ ഉഖ്ബ ഇബ്നു അബി മുഈത്ത് വളരെ നീചനായിട്ടുള്ള വ്യക്തിയായിരുന്നു. പല രൂപത്തിലായിട്ട് റസൂലുള്ളാഹിനെ അയാൾ ദ്രോഹിക്കുന്നുണ്ട്. ആ നമസ്കാര സമയത്ത് ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല റസൂലുള്ളാഹിൻ്റെ മേലെ ചാർത്തുന്നുണ്ട്. അതേപോലെ തന്നെ മുഖത്ത് തുപ്പുന്നുണ്ട്. റസൂലുള്ളാഹിൻ്റെ കഴുത്തിൽ വസ്ത്രം മുറുക്കി വധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നിരവധി ക്രൂരകൃത്യങ്ങൾ അയാൾ നിരന്തരം ചെയ്യുന്നുണ്ട്. അവസാനം ബദറിൽ മുസ്ലിങ്ങൾ അയാളെ യുദ്ധത്തടവുകാരനായിട്ട് പിടികൂടി അയാളെ വധിക്കുന്നുണ്ട്. ആ പറഞ്ഞ ഉഖ്ബയുടെ മകളാണ് ഉമ്മു കുൽസൂം ഇബ്നു ഉഖ്ബ റളിയല്ലാഹു അൻഹ. അവർ നേരത്തെ ഇസ്ലാം സ്വീകരിച്ചിപ്പോൾ അഭയം തേടി മദീനയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കരാറ് നിലവിലുള്ളതുകൊണ്ട് അഭയം തേടി എത്തി അവരെ എങ്ങനെയാണ് റസൂലുള്ളാഹി സംരക്ഷിക്കുക? അപ്പോൾ സംരക്ഷിക്കാതെ തിരിച്ചയക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഒരാളുടെ മകളാണ്, ഖുറൈശികൾ അവരെ വെറുതെ വിടില്ല. ഖുറൈശികളുടെ ആ പീഡനത്തിന് വിട്ടുകൊടുക്കലാകും. ഇനി അതല്ലാതെ അവർക്ക് സ്വതന്ത്രമായിട്ട് ഇപ്പോൾ അബൂബസീറിനെ പോലെയെല്ലാം അതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയിട്ട് പൊരുതാനൊന്നും കഴിയില്ല. അവർ സ്ത്രീയാണ്. ഈ ഒരു പ്രതിസന്ധി ഫേസ് ചെയ്ത സമയത്ത് ഏറെ വൈകാതെ തന്നെ അവരെ തേടി സഹോദരങ്ങളായിട്ടുള്ള വലീദും ഉമാറയും മക്കയിൽ നിന്നെത്തുകയാണ്. അപ്പോൾ അവർ വന്ന് റസൂലുള്ളാഹിനോട് ആ സന്ധി പ്രകാരം അവരെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ സന്ധി പ്രകാരം തന്നെ അതിന് വിസമ്മതിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി നേരത്തെ ആ കരാറ് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച സമയത്ത് അതിൽ അവർ ക്ലോസ് ആയിട്ട് എഴുതിയിരുന്നത് ലാ യഅതീക മിന്നാ റജുലൻ, അതായത് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു റജുൽ നിങ്ങളിലേക്ക് വന്നാൽ അയാൾ നിങ്ങളുടെ മതത്തിലായാലും റദത്തുഹു ഇലൈന, ഞങ്ങളിലേക്ക് തിരിച്ചേൽപ്പിക്കണം എന്നായിരുന്നു. അപ്പോൾ അവിടെ കരാറിൽ കുറിച്ചിട്ടുള്ള റജുൽ എന്നുള്ള പദം അത് അടിസ്ഥാനപരമായി പുരുഷനെ സൂചിപ്പിക്കുന്ന പുല്ലിംഗ നാമമാണ്. അപ്പം അത് ചില സമയത്ത് പൊതുവായിട്ട് ഉപയോഗിക്കാറുണ്ടെങ്കിലും അതിൻ്റെ പ്രാഥമിക അർത്ഥം പുരുഷനെന്ന് തന്നെയാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരാറിന് അക്ഷരാർത്ഥത്തിൽ ആ ലെറ്റർ ഓഫ് ദ ലോ ഫോളോ ചെയ്ത് അത് വ്യാഖ്യാനിച്ച് ആ കരാറിൽ പുരുഷനെ പറ്റിയാണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കത് ബാധകമല്ലെന്ന് വാദിച്ച് ആ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ അവരുടെ ആ പീഡനത്തിന് വിട്ടുകൊടുക്കാതെ റസൂലുള്ളാഹി അവിടെ സംരക്ഷിക്കുകയാണ്. അത് മാത്രമായിരുന്നില്ല, ആ വിഷയത്തിൽ പരിശുദ്ധ ഖുർആന്റെ കൽപ്പനയും വന്നു. പരിശുദ്ധ ഖുർആനിലെ 60-ാമത്തെ അധ്യായം സൂറത്തുൽ മുംതഹിനയിലെ 10-ാമത്തെ വചനം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ സൂറത്തിനൊന്ന് അടുത്തറിയാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഹുദൈബിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബൈഅത്തുർ റിദ്വാനെ സംബന്ധിച്ചെല്ലാം സംസാരിക്കുന്ന ആ സമയത്തുടനീളം സൂറത്തുൽ ഫത്ഹിനെ സംബന്ധിച്ച് നമ്മൾ പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു. സൂറത്തുൽ ഫത്ഹ് ഹുദൈബിയായിട്ട് ബന്ധപ്പെട്ടാണ് അവതരിപ്പിച്ചത്. അതേസമയം പോസ്റ്റ് ഹുദൈബിയ സന്ധിക്ക് ശേഷം അതിൻ്റെ ക്ലൈമാക്സ് ആയിട്ട് ആ ഫതഹ് മക്ക അതിനിടയിൽ അവതരിപ്പിക്കപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട സൂറത്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ സൂറത്തുൽ മുംതഹിന. അതായത് ഹുദൈബിയ സന്ധി നിലവിൽ വന്നതോടുകൂടെ ആ പരസ്പരമുള്ള യുദ്ധം, ആ മിലിറ്ററി കോൺഫ്രണ്ടേഷൻ അതോടുകൂടെ നിലച്ചു. ആ സീസ് ഫയർ അവിടെ സാധ്യമായി. പക്ഷേ അവർക്കിടയിലുള്ള ആ രാഷ്ട്രീയ പോരാട്ടം, ആ ശീതയുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യം അവിടെ നിലനിന്നിരുന്നു. പരസ്പരം അവർ നിരീക്ഷിക്കുന്നുണ്ട്, വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്, പലരായിട്ടും പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പഴയതിനേക്കാൾ ആളുകളായിട്ടെല്ലാം അടുത്തിടപഴകാനെല്ലാം തുടങ്ങി. സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ ആ തുറന്നുള്ള ഇടപഴക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അബദ്ധത്തിൽ ആ സൈനിക രഹസ്യങ്ങൾ ചോരാൻ അതല്ലെങ്കിൽ ചാരവൃത്തി നടക്കാനുള്ള സാധ്യതകളുണ്ട്. ആ ബന്ധങ്ങളൊക്കെ എത്രയാകാം, പക്ഷേ ആ ബന്ധങ്ങൾക്കിടയിൽ എവിടെയാണ് അതിൻ്റെ അതിർവരമ്പുകൾ വരയ്ക്കേണ്ടത്? അതേപോലെ തന്നെ നിങ്ങൾ ആരെയാണ് സ്നേഹിക്കേണ്ടത്, ആരോടാണ് കൂറും വിശ്വസ്തതയും പുലർത്തേണ്ടത്, ഇത്തരത്തിലുള്ള വലിയ അധ്യാപനങ്ങളെല്ലാം ആ സൂറത്തിലൂടെ അള്ളാഹു നൽകുന്നുണ്ട്. ആ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലവും ശ്രദ്ധയാണ്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് നമ്മൾ സീരിയൽ ചർച്ച ചെയ്യും. റസൂലുള്ളാഹിന്റെ അനുയായികളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്വഹാബി ഹാത്തിബ് ഇബ്നു അബി ബൽത റളിയല്ലാഹു അൻഹു, ഇദ്ദേഹത്തിൻ്റെ കുടുംബം മക്കയിലായിരുന്നു. അപ്പോൾ മക്കയിലുള്ള തൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക നീക്കത്തെ സംബന്ധിച്ചുള്ള രഹസ്യ വിവരം അബദ്ധത്തിൽ അദ്ദേഹം കൈമാറുന്നുണ്ട്. അപ്പോൾ അത് നല്ല ഉദ്ദേശത്തോടു കൂടെ തന്നെ ചെയ്ത വളരെ ഗുരുതരമായിട്ടുള്ള രാഷ്ട്രീയ അബദ്ധമായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി വഹി മുഖേന അറിഞ്ഞ് ആ സ്പോട്ടിൽ തന്നെ അത് പിടിക്കപ്പെടുന്നുണ്ട്.
അദ്ദേഹത്തിൻ്റെ ആ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കി റസൂലുള്ളാഹി അദ്ദേഹത്തിന് മാപ്പ് നൽകുന്നുണ്ട്. അദ്ദേഹം ബദരിയായിട്ടുള്ള സ്വഹാബിയാണ്. പക്ഷേ അതെല്ലാം പിന്നീട് നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ബന്ധങ്ങളാകാം, പക്ഷേ ആ ബന്ധങ്ങളിൽ എവിടെയാണ് നിങ്ങൾ അതിർത്തി നിശ്ചയിക്കേണ്ടതെന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള അധ്യാപനങ്ങളെല്ലാം ഈ സൂറത്ത് വഴി അള്ളാഹു മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശ്രോതാക്കൾക്ക് ആ സൂറത്തിനെ സംബന്ധിച്ചുള്ളൊരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം മനസ്സിൽ വെച്ച് ആ സൂറത്തൊന്ന് വായിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആ സൂറത്തിൻ്റെ 10-ാമത്തെ ആയത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു നൽകുന്ന നിർദ്ദേശം, അതായത് വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് മക്കയിൽ നിന്നും അഭയം തേടിയെത്തിയ സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട് യാ അയ്യുഹല്ലദീന ആമനു ഇദാ ജാഅക്കുമുൽ മുഅ്മിനാത്തു മുഹാജിറാത്തിൻ ഫംതഹിനൂഹുന്ന, അതായത് വിശ്വാസിനികളായിട്ടുള്ള സ്ത്രീകൾ അവർ അഭയാർത്ഥികളായിട്ട് നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് അവർ ജെന്യൂനാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഇപ്പോൾ ചാരന്മാരായിട്ടും മറ്റുമെല്ലാം അയക്കാൻ സാധിക്കും. അപ്പോൾ അവർ സത്യമാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫലാ തർജിഉഹുന്ന ഇലൽ കുഫാർ, അവരെ പിന്നീട് നിങ്ങൾ അവിശ്വാസികളിലേക്ക് തിരിച്ചയക്കരുത്. അതുതന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിൽ ചെയ്തത്. പിന്നീട് അവരുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും ആയത്തിൽ അള്ളാഹു തുടർന്ന് നൽകുന്നുണ്ട്. അത് സ്വയം നിങ്ങൾ പരിശോധിക്കുക. അതായത് അവിശ്വാസികളായിട്ട് വിവാഹബന്ധം പാടില്ല. ആ വിവാഹബന്ധം മുന്നേയുള്ള വിവാഹബന്ധം ഉപേക്ഷിക്കുന്ന സമയത്ത് ആ ഭർത്താക്കന്മാർ നൽകിയ മഹർ നിങ്ങൾ തിരിച്ചു നൽകണം. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ. ഏതായിരുന്നാലും ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ മദീനയിലേക്ക് എത്തി വിശ്വാസികളോടൊപ്പം ചേർന്നു. ശേഷം ഒരല്പം കഴിഞ്ഞപ്പോൾ അവർ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്യുന്നുണ്ട്. അതാണ് ആ ഒരു ചരിത്രം. അപ്പോൾ ഇതാണ് ഹുദൈബിയ സന്ധിയുടെ ചരിത്രം. ഇപ്പോൾ നമ്മൾ ഒരല്പകാലമായിട്ട് അത് വിവരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ യുദ്ധമില്ലാത്ത സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം ഇസ്ലാമിൻ്റെ കുത്തനെയുള്ള വളർച്ചയ്ക്ക് അവിടെ വഴിയൊരുക്കുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, പ്രസിദ്ധനായിട്ടുള്ള പണ്ഡിതൻ ഇബ്നു ശിഹാബ് സുഹരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഹുദൈബിയ സന്ധിയേക്കാൾ മാ ഫുത്തിഹ ഫിൽ ഇസ്ലാമി ഫത്ഹുൻ ഖബലൽ ഹുദൈബിയ കാന അളമു മിൻഹു, ഹുദൈബിയ സന്ധിയേക്കാൾ വലിയൊരു വിജയം ചരിത്രത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മുമ്പ് യുദ്ധങ്ങളായിരുന്നു. ആ സന്ധി നടപ്പിൽ വന്നതോടുകൂടെ യുദ്ധം നിലച്ച് ജനങ്ങൾ നിർഭയരായിട്ട് പരസ്പരം കണ്ടുമുട്ടാനും സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനെല്ലാം തുടങ്ങിയ സമയത്ത് ആ കാര്യം ഗ്രഹിക്കുന്ന ആളുകൾ മുഴുവൻ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയുണ്ടായി. മുമ്പ് ഇസ്ലാമിലേക്ക് വന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ആളുകൾ ആ സന്ധി നിലവിൽ വന്ന ആ 2 വർഷത്തിനകം ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളതാണ്. ശേഷം ഇബ്നു ഹിഷാം റഹിമഹുല്ലാഹ് അദ്ദേഹം തൻ്റെ സീറയിൽ അപ്പറഞ്ഞതിനുള്ള തെളിവും കൂടെ ഉദ്ധരിക്കുന്നുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹുദൈബിയ സന്ധിക്ക് പങ്കെടുത്തത് 1400 ആളുകളായിരുന്നെങ്കിൽ 2 വർഷം കഴിഞ്ഞ് ആ മക്ക വിജയ സമയത്ത് റസൂലുള്ളാഹിൻ്റെ കൂടെ 10,000 ആളുകളുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, മുസ്ലിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയമായി തീർന്ന അള്ളാഹു ഫത്ഹൻ മുബീന, പ്രത്യക്ഷ വിജയമെന്നെല്ലാം വിശേഷിപ്പിച്ച ആ സന്ധി അത് നടപ്പിലാകുന്ന സമയത്ത് അത് വിജയമായിട്ടായിരുന്നില്ല അവർക്ക് തോന്നിയിരുന്നത്. തികച്ചും ഏകപക്ഷീയം അല്ലെങ്കിൽ അപമാനകരമായിട്ടുള്ളൊരു വിട്ടുവീഴ്ചയായിട്ടല്ല അവർക്ക് തോന്നിയിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദ്യം ചെയ്തതെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. പക്ഷേ അള്ളാഹിൻ്റെ പദ്ധതി അവിടെ മറിച്ചായിരുന്നു. പല സമയത്തും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിലൂടെയാകും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നൽകുക എന്നുള്ളതാണ്. ആ സന്ധി ഏറ്റവും വലിയ വിജയത്തിലേക്കുള്ളൊരു കവാടമായിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ യുദ്ധമില്ലാത്ത ആ സമാധാനത്തിൻ്റെ അന്തരീക്ഷം വന്ന സമയത്ത് വാളുകൊണ്ട് ശരീരങ്ങളെയെല്ലാം മറിച്ച് ആശയം കൊണ്ട് അവർക്ക് ഹൃദയങ്ങളെ കീഴടക്കാൻ സാധിച്ചു എന്നുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ ആ സന്ധിയുടെ ഏറ്റവും വലിയ വിജയ രഹസ്യമായിട്ട് മാറുന്നത്. ആ സന്ധി നടപ്പിലാക്കി ഏറെ വൈകാതെ തന്നെ പല ഖുറൈശി പ്രമാണിമാരും അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധമൊന്നുമില്ലാത്ത ഒരു അന്തരീക്ഷം കിട്ടിയ സമയത്ത് ഇസ്ലാമിൻ്റെ ആ സന്ദേശം അറേബ്യക്ക് പുറത്തേക്കെല്ലാം വ്യാപിപ്പിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ, നിരവധി പ്രമുഖരായിട്ടുള്ള രാജാക്കന്മാർക്ക് റസൂലുള്ളാഹി കത്തെഴുതുന്നതും മറ്റുമെല്ലാം പിന്നീട് നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാം തുടർന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവചരിത്രം അത് ആഴത്തിൽ പഠിക്കാനും കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്താനും നാളെ അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.